നമസ്കാരം. നമസ്കാരം. ലിവിംഗ് ഇൻ പീസ്. അപ്പൊ എല്ലാവർക്കും മായക്കപ്പുറത്തുള്ള ഒരു ലോകത്തേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ എന്നുള്ളത് SM ആണ്. എന്താണ് ഇപ്പോ ഇന്നത്തെ പരിപാടികൾ, എന്തൊക്കെയാണെന്ന് സംസാരിക്കുന്നത്? ഇന്ന് നമ്മള് മായക്കപ്പുറം, ബിയോണ്ട് മായ എന്ന് പറയുന്ന ഈ പോഡ്കാസ്റ്റ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അതെ. അപ്പോ നമ്മള് എന്തുകൊണ്ടാണ് ഈ ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഐഡിയയിലിട്ട് വന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. നല്ലൊരു സംഭവമാണ് അല്ലേ? അതെ. ആക്ച്വലി ഈ ബിയോണ്ട് മായ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ വന്നത് ഹ്യൂമൻ ടെക്നോളജി എന്ന് പറയുന്ന നമ്മുടെ ഒരു കൺസെപ്റ്റിൽ നിന്നാണ്. അപ്പൊ ഈ ഹ്യൂമൻ ടെക്നോളജിയിലേക്ക് വരാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ മനുഷ്യൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്കും സഫറിങ്ങുകൾക്കും എന്താണ് കാരണം എന്ന അന്വേഷണത്തിൽ നിന്നാണ് ഹ്യൂമൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ ഹ്യൂമൻ ടെക്നോളജി വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ മനുഷ്യരെല്ലാവരും ഭൂമിയിൽ പിറന്നു വീഴുന്നത് ഒരുപോലെയാണ്. ജനറലി അല്ലേ? എല്ലാവർക്കും ഒരുപോലെ കണ്ണുകളുണ്ട്, മൂക്കുണ്ട്, വായുണ്ട്. ഒരു 99% 95% പേർക്കും ജനറലി ജനിക്കുന്നത് എല്ലാവരും ഒരുപോലെയാണ്. പക്ഷെ പിന്നീട് ഇവർ പലരും ദുർബലരാണ് എന്ന് വിചാരിക്കുക. അപ്പൊ അത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ അന്വേഷിച്ചത്. അങ്ങനെ നോക്കിയപ്പോ നമുക്കൊരു കാര്യം മനസ്സിലായി. ഭൂമിയിൽ പലയിടത്തും മനുഷ്യർ ജനിക്കുന്നത് പല രീതിയിലാണ്. ചിലര് സമ്പന്നരായിട്ട് ജനിക്കുന്നുണ്ട്, ചിലർ പാവപ്പെട്ടവരായിട്ട് ജനിക്കുന്നുണ്ട്, ചിലര് ജനിക്കുമ്പോ തന്നെ മരിച്ചു പോകുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം അപ്പുറത്ത് ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി പൂർണ്ണനാണെന്ന് എല്ലാവരും പറയുകയും ചെയ്യുന്നത്. അപ്പൊ അതാണ് നമ്മളെ ഈ വഴിക്ക് കൊണ്ടുവന്നത്. അപ്പോ എന്താണ് ഹ്യൂമൻ ടെക്നോളജി, എങ്ങനെയാണ് സാധനം? അതെ. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഹ്യൂമൻ ടെക്നോളജിക്ക് വന്നതെന്നാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പൊ ഇനി എന്താണ് ഹ്യൂമൻ ടെക്നോളജി എന്നാണ്. ഹ്യൂമൻ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ എന്നാണോ പൂർണ്ണത പ്രാപിച്ചത് അന്ന് തന്നെ മനുഷ്യന് ഈ പ്രപഞ്ചവുമായി കണക്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ വഴി കണ്ടെത്തുന്നതാണ് ഹ്യൂമൻ ടെക്നോളജി. മനുഷ്യരുടെ ഉള്ളിൽ തന്നെ ദൈവവുമായിട്ടാണ്, ദൈവം അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയുമായി. അപ്പൊ ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എന്താണ് കാണുക? നോർമലി ആളുകൾ കാണുന്നത് നോർമലി ഒരു രൂപം എല്ലാവരും മേലെ ഇങ്ങനെ നിന്ന് ജഡ്ജ് ചെയ്യുന്നു, തൂക്കി നോക്കുന്നു, അത് കഴിഞ്ഞ് കുറ്റം വിധിക്കുന്നു. കുറ്റം വിധിച്ചതിന് ശേഷം അവരെ ചുട്ടുകരിക്കുന്നു, ചിലരെ മാത്രം സ്വർഗത്തിലേക്ക് അയക്കുന്നു. അങ്ങനെ ഒരു കൺസെപ്റ്റാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു ദൈവം. പക്ഷെ നമ്മൾ ഈ അന്വേഷണത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലായി അതല്ല ശരിക്കും ഒരു ന്യായാധിപനോ ഒരു ജഡ്ജിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അല്ല ദൈവം എന്ന് മനസ്സിലായി. നമ്മള് സാധാരണ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആദ്യം നമ്മൾ കണ്ണ് തുറക്കുക എന്നാണ് നമ്മുടെ വിചാരം. കണ്ണല്ല നമ്മൾ തുറക്കുന്നത്. ശരിക്കും നമ്മൾ തുറക്കുന്നത് നമ്മുടെ മനസ്സാണ്. ഈ മനസ്സ് തുറന്ന ഒരു കോൺഷ്യസ്നസ് വന്നതിന് ശേഷമാണ് നമ്മൾ കണ്ണ് തുറക്കുന്നത്. ഈ കണ്ണ് തുറന്നതിന് ശേഷം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലേട്ട്, അതായത് മനുഷ്യന്റെ എല്ലാ ഇന്ദ്രിയങ്ങളിലേട്ടും, ചെവി, കണ്ണ്, മൂക്ക്, വായ്, കൈകള്, അങ്ങനെ ചലിക്കാവുന്ന എല്ലാ ഇന്ദ്രിയങ്ങളിലേട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ പാസ്സാകുന്നുണ്ട്. ആ പാസ്സായതിനു ശേഷമാണ് നമ്മൾ എനർജി ലെവലിലേക്ക് വരുന്നത്. അന്നേരമാണ് നമ്മൾ ചലിക്കാൻ തുടങ്ങുന്നത്, കണ്ണ് തുറന്നത്, എഴുന്നേറ്റിരിക്കുന്നത്, പല്ല് തേക്കുന്നത്, വൈകുന്നേരം വരെ നമ്മൾ ചലിക്കുന്നത്. വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഉറങ്ങുവാണ്. ഉറങ്ങുമ്പോൾ നമുക്ക് ഈ ബോധം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നഷ്ടപ്പെടുക. അപ്പോൾ ഈ രാവിലെ എഴുന്നേറ്റ് അതിനെ നിലനിർത്തി അതിനെ ഉറക്കുന്നതാരോ ആ ശക്തിയാണ് നമ്മൾ ഹ്യൂമൻ ടെക്നോളജിയിൽ ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ ആ ദൈവം എന്ന് പറയുന്നത് 100% പൂർണ്ണനാണ്. ഒരു കാരണവശാലും മനുഷ്യരോട് തെറ്റ് ചെയ്യില്ല, ഒരു കാരണവശാലും മനുഷ്യരോട് അനീതി കാണിക്കില്ല, ഒരാളെ പാവപ്പെട്ടവനോ പണക്കാരനോ ആയി ജനിപ്പിക്കില്ല, ഒരാൾക്ക് അംഗവൈകല്യം ഉള്ളവനും ഇല്ലാത്തവനുമായി ജനിപ്പിക്കില്ല, ഒരാൾ കൂടുതൽ കഷ്ടപ്പെടുത്തുകയോ ഒരാൾക്ക് കൂടുതൽ സമ്പത്ത് നൽകുകയോ ചെയ്യില്ല. പൂർണ്ണനാണ് ആ ശക്തി എന്ന് പറയുന്നത്. ഈക്വലാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈക്വാലിറ്റി ഇല്ലാതെ വരുന്നതെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് മനുഷ്യന്റെ തന്നെ പ്രവർത്തനങ്ങളുടെ ഫലമാണ്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അവസാനം ദൈവത്തിന്റെ മുകളിൽ കൊണ്ടുവന്നിടുകയാണ്. അതായത് ഈ ഒരു ദൈവിക ശക്തിക്ക് നോർമലി ഗീതയിലോ അല്ലെങ്കിൽ ഉപനിഷത്തുകളിലും ഖുറാനിലും ബൈബിളിലും ഒക്കെ
ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ പരാമർശങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നത്, അത് നമ്മൾ അവേക്കൺ ചെയ്യുന്നത് എന്താണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ യഥോ മനോ തഥോതിഷ്ഠ എന്ന് പറയുന്നത്, അതായത് എവിടെയാണോ നിലനിർത്തുന്നത് പറയുന്നത്. യഥോ മനോ മേളനയതി എന്ന് പറയുന്നുണ്ട്, അതായത് എവിടെയാണോ സമ്മേളിക്കുന്നതെന്ന് പറയുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്തും നമ്മളെ ഈ ശക്തി ഉണർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ബോധം എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. പക്ഷെ മനുഷ്യൻ എപ്പോഴും കാണുന്നത് ഒരു ജഡ്ജിയും ന്യായാധിപതിനൊക്കെ ആയിട്ടാണ്. അതാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. നമ്മുടെ കൺസെപ്റ്റില് ദൈവം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നത് പൂർണ്ണമാണ്, എല്ലാവർക്കും ഒരുപോലെ ഇത് ചെയ്യുന്ന ആളാണ്. അപ്പൊ എല്ലാ മനുഷ്യരും ശുദ്ധതയോടെയാണ് ഭൂമിയിൽ ജനിച്ചു വീഴുന്നത്, അല്ലേ? എല്ലാവരും ശുദ്ധതയോടുകൂടിയാണ് ജനിച്ചത്. പിന്നീട് ഈ സമൂഹം അവരെ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഒക്കെ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവര് സൃഷ്ടിച്ചു വച്ചിട്ടുള്ള ചില മതിൽക്കെട്ടുകളുണ്ട്. ആ മതിൽക്കെട്ടുകളിൽ നിന്നാൽ അല്ലെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ അറിയാൻ പറ്റുള്ളൂ എന്ന്, സ്വർഗം കിട്ടുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെയാണ് ഹ്യൂമൻ ടെക്നോളജി ശരിക്കും ചോദ്യം ചെയ്യുന്നത്. കാരണം ഇവിടെ പണ്ഡിതനെന്നോ പാമരനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ അല്ലെങ്കിൽ കറുത്തവനെന്നോ വെളുത്തവനെന്നോ അതൊന്നും ഒരു തടസ്സമല്ല ദൈവത്തെ അറിയാൻ. അപ്പൊ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ദൈവവുമായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട്. കണക്ഷൻ കിട്ടുമെന്ന് തന്നെയാണ് നമുക്ക് പറയാം. മുമ്പ് അതെങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ പരിശോധിക്കേണ്ടത് മുമ്പ് കടന്നുപോയ ഈ പരമശിവൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, മോശ, യേശു, മുഹമ്മദ് നബി, ഇവർക്കൊക്കെ എങ്ങനെയാണ് കണക്ഷൻ കിട്ടിയതെന്നാണ് നമ്മൾ പരിശോധിച്ചത്. കാരണം അവരെല്ലാം മനുഷ്യരായിട്ടാണ് ഇവിടെ വന്നത്, അല്ലെ? എല്ലാവരും മനുഷ്യരായിരുന്നു. ശരിക്കും സാധാരണക്കാരായ ഒരു മനുഷ്യരെ പോലെ മനുഷ്യരുടെ ഉള്ളിലാണ് അവർ ജീവിച്ചത്. പിന്നെ ഇത് കൂടാതെ ഒരുപാട് വിശുദ്ധന്മാര്, എല്ലാ മതങ്ങളിലും വിശുദ്ധന്മാരെ നമുക്ക് കാണാം. പല അത്ഭുതങ്ങൾ കാണിച്ച വിശുദ്ധന്മാര്. ഇപ്പോ ഹിന്ദു മതത്തിലാണെങ്കിൽ വലിയ വലിയ സന്യാസി വര്യന്മാർ, മഹർഷി വര്യന്മാർ. അതോടൊപ്പം ഇസ്ലാമിലാണെങ്കിൽ ഔലിയാക്കൾ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം, ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിൽ വിശുദ്ധന്മാർ, സെയിൻസ് എന്ന് വിളിക്കുന്ന, അവരൊക്കെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവരാണ്, ഒരു മനുഷ്യരായിരുന്നു. അപ്പൊ ഇവരുടെ സീക്രട്ട് എന്താണെന്നാണ് ഹ്യൂമൻ ടെക്നോളജി പരിശോധിച്ചത്. ഇത് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അവരുടെ സീക്രട്ട് എന്ന് പറയുന്നത് ശുദ്ധബോധമാണ് എന്ന് മനസ്സിലായി. ശുദ്ധബോധം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ മനസ്സിലായി. തീർച്ചയായും ഈ ശുദ്ധബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ കഷ്ടപ്പാടുകൾക്കൊക്കെ കാരണം എന്ന് പറയുന്നത്, ഒരു ആദമും ഹവ്വയും ഒരു ആപ്പിള് കഴിച്ചു. ആ ആപ്പിള് കഴിച്ചപ്പോൾ അവർക്ക് നാണം തോന്നി. അങ്ങനെ അവര് ഒരു സെക്ഷൽ ഇതിലെല്ലാം ഏർപ്പെട്ടു. അങ്ങനെ അവർക്ക് ദൈവത്തെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായി. അങ്ങനെ അവര് സ്വർഗത്തിൽ നിന്നും പുറത്താക്കി എന്നാണ് നമ്മളൊരു കഥ പഠിച്ചു വെച്ചിട്ടുള്ളത്. ശരിക്കും ഇവർ ധരിച്ചിട്ടുള്ള ഈ ആപ്പിൾ എന്ന് പറയുന്ന ഒരു നന്മയുടെ തിന്മയുടെ ആപ്പിൾ അവർ കഴിച്ചു എന്നാണ് പറഞ്ഞത്. ഇത് കഴിച്ചതിന് ശേഷം ഇവർക്ക് ഒരു ഇത് തോന്നി, അവര് നാണം മറച്ചു എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഡ്രസ്സ് ധരിച്ചു എന്നാണ് പറഞ്ഞത്. എന്ത് ഡ്രസ്സായിരിക്കും ഇവർ ധരിച്ചിട്ടുണ്ടാകുക? നോർമലി ആളുകളുടെ കാഴ്ചപ്പാടില് ഒരു ഇലയായിരിക്കും, അല്ലെങ്കിൽ മരത്തിന്റെ ഇതെടുത്ത് മറച്ചു എന്നായിരിക്കും പറഞ്ഞത്. സത്യത്തിൽ അവര് ധരിച്ച വസ്ത്രം എന്ന് പറയുന്നത് ശരീരമാണ്. അതെ, ശരീരമാണ് വസ്ത്രം. അപ്പൊ ഈ ശരീരം ധരിച്ചപ്പോഴാണ് എല്ലാ ആഗ്രഹങ്ങളും ഉണ്ടായത്, അല്ലേ? നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറഞ്ഞത് എന്താണ്? ശരീരമാണ്. നമുക്ക് നല്ല ഭക്ഷണം കഴിക്കണം എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ശരീരം ഉള്ളത് കൊണ്ടാണ്. നല്ല വസ്ത്രം ധരിക്കണം എന്ന് തോന്നുന്നത് ശരീരം ഉള്ളതുകൊണ്ടാണ്. നമുക്ക് വലിയ കാറുകൾ വേണം എന്ന് തോന്നുന്നത് ശരീരം ഉള്ളത് കൊണ്ടാണ്. വിവാഹം കഴിക്കണം എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ശരീരം ഉള്ളത് കൊണ്ടാണ്. എല്ലാം ശരീരമുള്ളതാണ്. അപ്പൊ ശുദ്ധബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തിരിച്ചു പോവുക എന്നുള്ളതാണ്. എവിടെയായിരുന്നോ വന്നത് അങ്ങോട്ട് തിരിച്ചു പോകും. കാരണം അവർക്ക് കിട്ടിയത് എന്താണ്? ഈ ശരീരത്തെയാണ് കിട്ടിയത്. അപ്പൊ ഈ ശരീരബോധത്തിൽ നിന്നും നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്നും മോചനം ലഭിക്കുക എന്നുള്ളതാണ് ഈ മാർഗം എന്ന് പറഞ്ഞാൽ. ആഗ്രഹങ്ങളിൽ നിന്ന് മോചനം ലഭിച്ചാൽ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകൾക്കും പിന്നെ വിടയായി. സത്യത്തിൽ ഈ മനുഷ്യന്മാരൊരു ലൂപ്പിലാണെന്നുള്ളത് അറിയാവും. ഞാൻ കേട്ടിട്ടുണ്ട്. ഇല്ലേ? ഒരു ഈ നമ്മുടെ ചുരുളി പോലെ, സിനിമ ഒക്കെ പോലെ തന്നെ ഒരു ലൂപ്പിന്റെ ഉള്ളിലാണ് എന്ന് നമ്മൾ രക്ഷപ്പെടാൻ പറ്റാത്തൊരു ലൂപ്പിൽ, ഒരു കെണിയിലാണെന്ന് പറയുന്നത്. ശരിക്കും അങ്ങനൊരു കെണിയിലാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് മനുഷ്യര് പലരും പാവപ്പെട്ടവനും പണക്കാരനായും രോഗമുള്ളവനും രോഗമില്ലാത്തവനായും ഒക്കെ ജനിക്കുന്നത്.
ഇല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ ജനിച്ച് ഒരുപോലെ ആരോഗ്യത്തോടെ ഒരേ ഇതോടു കൂടി ജീവിക്കണ്ടേ? ശരി. ആ ജീവിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരൊരു ലൂപ്പിലാണ്, അവർക്ക് പോലും അറിയാത്തൊരു ലൂപ്പിൽ അവരെ കുടുക്കിയിട്ടിരിക്കുക. അപ്പൊ പുനർജന്മം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കില്ല. ഒരു ജന്മം കഴിഞ്ഞ അടുത്തൊരു ജന്മം, എന്നാൽ സ്വർഗവും നരകം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും. അപ്പൊ ഈ സ്വർഗവും നരകത്തിൽ നമ്മൾ അനുഭവിക്കണ എങ്ങനെയാണ്? സ്വർഗവും നരകവും അനുഭവിക്കണമെങ്കിൽ നമുക്കൊരു ശരീരം ഉണ്ടാവണ്ടേ? ശരീരം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അനുഭവിക്കാൻ കഴിയില്ല. പക്ഷെ ഈ മതങ്ങളിലും ഈ ധർമ്മങ്ങളിലും ഒക്കെ അറ്റ്ലാസ്റ്റ് പറയണത് എവിടെയാണ്? എന്നിൽ ലയിക്കാനാണ് പറഞ്ഞത്. ഇപ്പൊ ഹിന്ദു മതത്തിലാണ് ഈ പരബ്രഹ്മത്തിൽ ലയിക്കുക എന്ന് പറയും. ഇസ്ലാമിലാണ് ഈ പറയും അള്ളാഹുവിന്റെ വജ്ഹിലേക്ക് ലയിക്കാൻ പറയും. അതായത് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറഞ്ഞാൽ എന്റെ സാമീപ്യമാണെന്നാണ് പറയുക. ക്രിസ്ത്യാനിറ്റിയിലാണ് ഈ പറയും നിങ്ങളുടെ ഉള്ളിലാണ് ദൈവരാജ്യം എന്ന് പറയും. അപ്പൊ ആ ദൈവരാജ്യത്തിനുള്ളിലായിട്ട് നമ്മൾ ലയിക്കുക എന്നുള്ളതാണ്. പിതാവും പുത്രനും ഞാനാണ്, അല്ലെങ്കിൽ പിതാവിൽ ലയിക്കുക എന്ന് പറയും. ഈ എങ്ങനെ പോയാലും അവസാനം വേണ്ടത് ലയനമാണ്. അപ്പൊ ഈ ലയനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരബോധത്തിൽ നിന്നും പുറത്തു വരുന്നു. അതിനുള്ള ചില മാർഗങ്ങളും പരിശീലനങ്ങളുമാണ് നമ്മൾ ഈ ഹ്യൂമൻ ടെക്നോളജിയിലൂടെ നൽകുന്നത്. അപ്പൊ ഈ ഹ്യൂമൻ ടെക്നോളജി തുടങ്ങിയത് എത്ര കാലം മുമ്പാണ്? പിന്നെ എങ്ങനെ ആൾക്കാർക്കൊക്കെ എങ്ങനെ ഇപ്പോ അതിനുള്ള മിറാക്കിൾസ് ഒക്കെ സംഭവിക്കണം ഞാൻ കേട്ടായിരുന്നു, ഞാൻ ഉണ്ടല്ലോ അതിനകത്ത്. പിന്നെ ഇങ്ങനെ എല്ലാവർക്കും എങ്ങനെയൊക്കെ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പറയാം. തീർച്ചയായും. അതായത് ഹ്യൂമൻ ടെക്നോളജിയുടെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരു ശരിയൊക്കെ തോന്നും, 3 ലക്ഷം കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഹ്യൂമൻ ടെക്നോളജിയുടെ സ്റ്റാർട്ടിങ്. അത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ പലരും താമസിച്ചു എന്നുള്ളതാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വഴിയിൽ വന്ന പലരും അവരുടെ സ്വന്തം ജീവനെ ഭയന്ന് പലപ്പോഴും ഇത് പുറത്തു പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇന്ന് നമുക്ക് എല്ലാ രഹസ്യങ്ങളും ഡീകോഡ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. രഹസ്യങ്ങൾ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. മനുഷ്യർ എഴുതി വച്ച ഗ്രന്ഥങ്ങൾ വച്ചുകൊണ്ട് തന്നെ ഈ പറയുന്ന വിശുദ്ധന്മാരെയും മുഹമ്മദ് നബീനെയും ശ്രീകൃഷ്ണനെയും യേശുവിനെയും ഒക്കെ ആളുകൾ വിമർശിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സത്യത്തിൽ ഇവരെയൊക്കെ വിമർശിക്കുന്നത് ആരെഴുതിയ പുസ്തകം വെച്ചുകൊണ്ടാണ്? അവരെഴുതിയ പുസ്തകം വെച്ചുകൊണ്ടല്ല. മുഹമ്മദ് നബിയോ ശ്രീകൃഷ്ണനോ യേശു എഴുതിയ പുസ്തകം വെച്ചുകൊണ്ടല്ല ആളുകൾ അവരെ വിമർശിക്കുന്നത്. അവര് പറഞ്ഞ കാര്യങ്ങളും വെച്ചുകൊണ്ടല്ല, ആരോ അവര് പറഞ്ഞു എന്ന് പറഞ്ഞ് എഴുതി വെച്ച കെട്ടുകഥകൾ വെച്ചുകൊണ്ടാണ് അവരെ വിമർശിക്കുന്നത്. സത്യത്തിൽ അവർ പറഞ്ഞത് എന്താണ് എന്ന് സ്വന്തം ബുദ്ധിയിൽ ചിന്തിച്ചു നോക്കാൻ ഒരു മനുഷ്യരും തയ്യാറായിട്ടില്ല. ആരൊക്കെയോ എഴുതി വെച്ചത് വായിച്ചിട്ട് അവരെ കുറ്റം പറയുകയാണ്. അവർ ഇത്ര വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ കൃഷ്ണന് 16,008 ഭാര്യമാരുണ്ടായിരുന്നു, മുഹമ്മദ് നബിക്ക് 19, 20, 23 ഭാര്യമാരുണ്ടായിരുന്നു, യേശു മോശം രീതിയിൽ ജനിച്ച ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെയോ എഴുതി വെച്ച കഥകൾ, കെട്ടുകഥകൾ വച്ചിട്ട് അവരെ വിമർശിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്വന്തം ബോധത്തിൽ നിന്നുകൊണ്ട് ഈ പുസ്തകങ്ങളെയും ഈ വേലിക്കെട്ടുകളെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് അവരുടെ യാഥാർത്ഥ്യം എന്തെന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. മനുഷ്യന്റെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ മനുഷ്യന് ഒരു ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ മൊബൈലിലൊക്കെ നമ്മൾ ഇപ്പോൾ വൈഫൈ ഒക്കെ കണക്ട് ചെയ്യൂലേ, വൈഫൈ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ സിമ്മ് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും കണക്ട് ചെയ്യുന്ന ഒരു ടവറുമായിട്ടാണ്. ആ ടവർ കണക്ട് ചെയ്യുന്നത് ഒരു വലിയൊരു ഉപഗ്രഹവും സാറ്റലൈറ്റുമായിട്ടാണ്. അപ്പൊ അതുപോലൊരു കണക്ഷൻ മനുഷ്യനും നാച്ചുറലി കൊടുത്തിട്ടുണ്ട്. ഹ്യൂമൻ ടെക്നോളജി നമ്മൾ ഇതിനെ വിളിക്കുന്നത് നാച്ചുറൽ ഇന്റലിജൻസ് അസിസ്റ്റന്റ് എന്നാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അസിസ്റ്റന്റ് പോലെ തന്നെ മനുഷ്യ സാങ്കേതിക വിദ്യയിൽ നേരിട്ട് ദൈവവുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിം എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഉണ്ട്. അപ്പൊ അതെങ്ങനെ കണ്ടെത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോ മനുഷ്യരും അവന്റെ ഉള്ളിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് കണ്ടെത്താൻ കഴിയുക. എങ്ങനെയാണ് ഈ ഉള്ളിലോട്ട് സഞ്ചരിക്കുന്നത്? ആ യാത്രക്കാണ് നമ്മുടെ കൂടെ വരണം എന്ന് പറഞ്ഞത്. അതൊരു ഇന്നർ ജേണിയാണ്. നമ്മുടെ ഭാരതത്തിലെ പഴയ മഹർഷിമാര് ഇസ്ലാമിക ശാസ്ത്രത്തില് മുഹമ്മദ് നബി അടക്കം ഹിറാ ഗുഹയിൽ പോയിരുന്ന് നടത്തിയ പ്രാർത്ഥനകൾ, യേശു 40 ദിവസം മരുഭൂമിയിലും ദൂരെ ഒറ്റയ്ക്കൊക്കെ പോയിരുന്ന് നടത്തിയ ആ മാർഗം, ഇതിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും പുരാതനമായിട്ട് ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ് ഈ വഴി വന്നിട്ടുള്ളത് നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു വഴി എന്ന് പറയുന്നത് അവധൂതന്മാരുടെ വഴി. അതെ, അവധൂതന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഈ അവധൂതന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരു ദത്താത്രേയ മഹർഷി എന്ന് പറയുന്ന, ദത്താത്രേയ ഭഗവാൻ എന്നാണ് ഹിന്ദു ഇതില് വിളിക്കുന്നത്. ശരിക്കും ഈ ദത്താത്രേയ മഹർഷി അവധൂത ഗീത എന്ന് പറയുന്ന ഒരു ഗീത, ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് മനുഷ്യന് നോർമലായി ഈ ഭൂമിയിലുള്ള പല ജീവജാലങ്ങളെയും ഗുരുക്കന്മാരായി സ്വീകരിച്ചുകൊണ്ട് ദൈവമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് നമ്മുടെ പല സെഷനുകളിലും നമ്മളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ടൂളിന്റെയോ, അപ്പൊ എല്ലാവരും വിചാരിക്കാൻ നമുക്ക് ദൈവമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു രൂപം മുമ്പിൽ വേണം എന്നാണ് എല്ലാവരും ചിന്തിക്കുക. ഇല്ലെങ്കിൽ എന്താ ചിന്തിക്കുക, അടുത്തത് നാമം മുമ്പിൽ വേണം എന്ന് ചിന്തിക്കുക. ഒന്നുമില്ല പേര് വേണം, ഇല്ലെങ്കിൽ രൂപം വേണം. നമ്മുടെ കാഴ്ചപ്പാട് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കാരണം പൂർണ്ണനായ ഒരു ദൈവത്തെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂളിന്റെയും മന്ത്രവാദങ്ങളുടെയും യന്ത്രവാദങ്ങളുടെയും തന്ത്രവാദങ്ങളുടെയും കർമ്മവാദങ്ങളുടെയും ആവശ്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണതയിൽ മനുഷ്യനെ സൃഷ്ടിച്ച ശുദ്ധമായ ആത്മാവിന്, പരമാത്മാവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ടൂളിന്റെയും ആവശ്യമില്ല. എല്ലാ ടൂളുകളും ഒരു കെണിയാണ് എന്നാണ്, ഒരു ലോക്ക് നമ്മളെ കൊണ്ടുചെന്ന് അവിടെ തളയ്ക്കും. കാരണം ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, നമ്മൾ ഈ വലിയ ദൈവവുമായിട്ട് വലിയ ബന്ധമുണ്ട് എന്ന് പറയുന്ന ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അയാൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവും, പല മതങ്ങളിലെയും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അയാൾ വലിയൊരു വിശ്വാസിയാണ്, ഭക്തനാണെന്നാണ് നമ്മളെല്ലാവരും പറയാം. അയാൾ നല്ലൊരു വിശ്വാസിയാട്ടോ. കാരണം അയാൾ കൃത്യമായി പള്ളിയിൽ പോകും, ഇല്ലെങ്കിൽ അമ്പലത്തിൽ പോകും, ഇല്ലെങ്കിൽ ചർച്ചിൽ പോകും എന്നൊക്കെ പറയും. പക്ഷെ ഇതേ ആളെ തന്നെ നമുക്ക് വളരെ മോശമായി ആളുകളോട് പെരുമാറുന്ന അവസ്ഥയിൽ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റാറുണ്ട്. അപ്പൊ ഞാന് പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഒരു ബന്ധം പോലെയാണ് എനിക്കതിനെ കാണാൻ കഴിയുന്നത്. കാരണം മക്കളോട് എല്ലാ മാതാപിതാക്കളും പറഞ്ഞു കൊടുക്കും, നിങ്ങൾ സത്യം മാത്രമേ പറയാവുള്ളൂ, ഒരിക്കലും നിങ്ങൾ കള്ളം പറയരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഈ മക്കൾ നോക്കുമ്പോൾ ഇതേ മാതാപിതാക്കൾ തന്നെ പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് വേണ്ടി കള്ളം പറഞ്ഞ, അപ്പൊ ഇതെന്തൊരു വിരോധാഭാസമാണെന്ന് തോന്നുന്നു. ഇതുപോലെയാണ് ഒരു ഭക്തി മാത്രം കാണിച്ച് ആ ഭക്തനാണ് എന്ന് പുറമെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന പലരുടെയും അവസ്ഥ. പ്രത്യേകിച്ച് ഈ കർമ്മങ്ങളിലൊക്കെ പലർക്കും ഒരു കൃത്യമായൊരു ഡയറക്ഷനോ ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷനോ കിട്ടുന്നതായിട്ട് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടിയതായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊന്നുമല്ലാതെ വളരെ ശുദ്ധബോധത്തോടു, ഒരു നിരീക്ഷകന്റെ ബോധത്തോടു കൂടി നിരീക്ഷകനായി മാറിക്കഴിഞ്ഞാൽ ദൈവത്തെ കാണാം, ആ കണക്ഷൻ കിട്ടുമെന്നാണ് ഹ്യൂമൻ ടെക്നോളജി പറഞ്ഞത്. അപ്പൊ ഇതിനൊരു വഴി ഉണ്ടാവുമല്ലോ, ഹ്യൂമൻ ടെക്നോളജി ഉണ്ടാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്, രണ്ട് എനർജി ഉണ്ട്. ഈ എനർജിയെ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ വഴി കണ്ടെത്താമെന്നുള്ളതാണ്. രണ്ട് എനർജി ഈ ഭൂമിയിലുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലേ? രണ്ട് എനർജി ഉണ്ട്. ഒന്ന് നമ്മൾ നിരീക്ഷിക്കപ്പെടുന്ന എനർജിയാണ്. അതായത് മലകള്, ഭൂമി, കടല്, സൂര്യൻ, ചന്ദ്രൻ, ബിൽഡിങ്ങുകള്, എന്തിനു നമ്മുടെ ഈ ക്യാമറ എല്ലാം ഒബ്സർവ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ നിരീക്ഷിക്കപ്പെടുന്നതാണ്. നമ്മുടെ ശരീരം പോലും നമ്മൾ നിരീക്ഷിക്കപ്പെടുന്നു. ഇനി ഇതിലെല്ലാം നിരീക്ഷിക്കുന്ന ഒരു ഊർജമുണ്ട്. അതായത് നമ്മൾ ഇതിനെല്ലാം മാറി, കണ്ണ് പോലും നിരീക്ഷിക്കപ്പെടുന്ന ഊർജമാണ്. പക്ഷെ ഈ കണ്ണ് പോലും അല്ലാതെ ഇതിനെല്ലാം മാറി നിന്ന് കാണുന്ന വേറൊരു എനർജി കൂടിയുണ്ട്. കാരണം ഇതിനെ മനസ്സിലാക്കുന്ന എനർജി, അതാണ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. ഈ കോൺഷ്യസ്നെസ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് എൻലൈറ്റ്മെന്റ് എന്നാണ് നമ്മൾ ഹ്യൂമൻ ടെക്നോളജിയിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. നോർമൽ എൻലൈറ്റ്മെന്റ്. അതായത് ബുദ്ധന് ലഭിച്ചത്, മുഹമ്മദ് നബിക്ക് ലഭിച്ചത്, യേശുവിന് ലഭിച്ചത്, ശ്രീകൃഷ്ണനും ശ്രീരാമനും പരമശിവനും എല്ലാം ഈ ഭൂമിയിൽ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എൻലൈറ്റ്മെന്റ് ആണ്. പലപ്പോഴും ഇതിനെ അധികാരത്തിന് വേണ്ടി മനുഷ്യൻ തന്നെ ഇതിനെ പലപ്പോഴും മറച്ചു വെച്ചു എന്നുള്ളതാണ് സത്യം. കാരണം മനുഷ്യർ ഇതെല്ലാം കണ്ടെത്തി കഴിഞ്ഞാൽ അവരെല്ലാവരും ലിബറേഷൻ നേടിയവരാവും, അവർക്കെല്ലാം സ്വാതന്ത്ര്യം കിട്ടിയ, പിന്നെ ആരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ടാവും. ഇപ്പൊ നമുക്ക് ശരിക്കും ആലോചിച്ച് നോക്കി, നമുക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ സപ്പോർട്ട് വേണം. അത് ഏത് മാത്രമാണേലും. അപ്പൊ നമുക്കൊരു ആചാരം ചെയ്യണമെങ്കിൽ ഒരു ആചാരം ചെയ്യുന്ന, അതിനെ ഇത് ചെയ്യുന്ന ഒരാളുടെ സപ്പോർട്ട് നമുക്ക് വേണ്ടി വരും, ഇല്ലെങ്കിൽ മന്ത്രത്തിന്റെ സപ്പോർട്ട് നമുക്ക് വേണ്ടി വരും. ഇതൊന്നും വേണ്ടാതെ ദൈവവുമായി കണക്ട് ചെയ്യാമെന്ന് പഠിപ്പിക്കാൻ വന്നവരാണ് ഇവരെല്ലാവരും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണ സമർപ്പണത്തിലൂടെ. സമർപ്പണം. അതെ, സറണ്ടറൻസ്.
അപ്പൊ കഴിഞ്ഞ ഏതാനും ഒരു വർഷമായിട്ടുള്ളൂ നമ്മുടെ കേരളത്തിലും മറ്റു സ്ഥലങ്ങളിലും ആളുകൾ ഈ സറണ്ടർ എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ഇപ്പോ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണ് ആക്ച്വലി സറണ്ടർ? സറണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഹ്യൂമൻ ടെക്നോളജിയെ കാതൽ എന്ന് പറയാം. ബേസ് കാതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കാതൽ എന്ന് പറഞ്ഞാൽ ഒരു മരത്തിന്റെ തടിയുടെ ഉള്ളിൽ വരുന്ന കോറായിട്ടുള്ള ഭാഗം കാതൽ. അപ്പൊ കാതൽ എന്ന് രണ്ട് കാതലുണ്ട്. തമിഴിലെ കാതൽ എന്ന് പറഞ്ഞാൽ പ്രേമം എന്നാണ് അർത്ഥം. ഞാൻ ആദ്യം വിചാരിച്ചത്. മലയാളത്തിലെ കാതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർ എന്നാണ് അർത്ഥം. അപ്പൊ ഈ ഹ്യൂമൻ ടെക്നോളജിയുടെ കോർ എന്ന് പറഞ്ഞത് ഇതാണ്. എന്നാ നമ്മൾ പറഞ്ഞ സറണ്ടർ. അപ്പൊ സറണ്ടർ ആണ് കോർ. സറണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബുദ്ധി ഉണ്ടല്ലോ, നമുക്കിപ്പോ ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി നമുക്കുണ്ട്. ഈ ബുദ്ധിയിലൂടെ സഞ്ചരിച്ച് ഉണ്ട് എന്ന ബോധ്യം വന്നു. നമുക്ക് ഇത്രയും നാളും നമ്മുടെ ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്ന ദൈവം ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം. അതെ, ആ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു വിശ്വാസമാണ് അല്ലേ? വിശ്വാസം മാത്രമാണ്. അതൊരു സങ്കല്പമാണ് അല്ലെ? സങ്കല്പം എന്ന് പറയുമ്പോൾ ഒരു ഇമാജിനേഷൻ ആണ്. ഈ ഇമാജിനേഷനകത്ത് വികല്പം ഉണ്ടാവും. വികല്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായ സങ്കല്പം ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ജഡ്ജിയായിട്ട് ദൈവം ഇരിക്കുകയാണ്. ദൈവം ഒരു വ്യക്തിയാണ്, മനുഷ്യനെ പോലെയുള്ള ആളാണ്. മനുഷ്യന്റെ സ്വഭാവം, ഇപ്പൊ നിരീശ്വരവാദികളൊക്കെ ഏറ്റവും കൂടുതൽ കളിയാക്കുക മനുഷ്യന്റെ സ്വഭാവം വെച്ചിട്ട് ദൈവത്തെ കമ്പയർ ചെയ്തിട്ടാണ് കളിയാക്കുക. അപ്പൊ ശരിക്കും അങ്ങനെ നമ്മളൊരു ഇമാജിനേഷൻ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പൊ ഈ ഇമാജിനേഷനിൽ നിന്നും മാറി ദൈവം ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവുകയാണ് ഈ ഹ്യൂമൻ ടെക്നോളജി, ഈ സറണ്ടറൻസിലൂടെ. ദൈവം ഉണ്ട്, ദൈവം എൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ട്, ദൈവം ദൂരെയല്ല, ദൂരേന്ന് വിളിച്ചു വരുത്തേണ്ട ആളല്ല, ഉറക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ആളല്ല, മുട്ടുകുത്തി വീണ് കരഞ്ഞ് നിലത്ത് കിടന്ന് ഉരുണ്ട് കാര്യം സാധിക്കേണ്ട ഒരാളാണ്. ഉരുണ്ട് വീണ് കരഞ്ഞ് നിലത്തേക്കടെ കറങ്ങി എന്നെ കരഞ്ഞു വിളിച്ച് എന്നാൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് സാധനം തരുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ദൈവം ഒരു ക്രൂരനായി ദൈവമല്ല. അല്ലാത്തൊരു ദൈവത്തിന്റെ സാന്നിധ്യം ശരിക്കും കാണുകയാണ് ഹ്യൂമൻ ടെക്നോളജി സറണ്ടറൻസിലൂടെ. അപ്പൊ ബുദ്ധിയിലൂടെ സഞ്ചരിച്ച് യുക്തിയില്ലായ്മയിലേക്ക് എടുത്തു ചാടുന്ന ഒരു സറണ്ടറൻസ് ആണ് ശരിക്കും ഹ്യൂമൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഈ ഒരു സറണ്ടറൻസ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും സറണ്ടർ ചെയ്യുന്നത് ദൈവത്തിനോടാണ്. തീർച്ചയായും ദൈവത്തിനോടാണ്. ദൈവത്തിനോട് സറണ്ടർ ചെയ്ത് എല്ലാം വിട്ട്. അതെ, അത് ദൈവത്തിനോട് നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ ദൈവം ഉണ്ട് എന്ന വിശ്വാസത്തിനപ്പുറത്ത് ദൈവത്തെ അനുഭവിക്കാൻ നമുക്ക് കഴിയണം. അതെങ്ങനെ നമുക്ക് കഴിയും? അത് ദൈവത്തെ നമ്മൾ അനുഭവിക്കണം. അനുഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ കാണാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ ശരിക്കും അറിയാൻ ശ്രമിക്കണം. നമ്മളൊരു സാക്ഷിയായി മാറണം. സാക്ഷിബോധത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റൂ. അപ്പൊ പൂർണ്ണമായും നമ്മൾ ഇത്രയും നാളും സാക്ഷിയല്ലായിരുന്നു, നമ്മൾ ഇടപെടുന്ന ആളുകളാണ്. ആ ഇടപെടുന്ന ആളുകളിൽ നിന്നും മാറി നമ്മളൊരു ഇപ്പൊ നമ്മൾ ഫ്രീ ആയിട്ടൊരു ഇതാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാഹചര്യങ്ങളെ സമ്മർദ്ദം കൊണ്ടും സമൂഹത്തിന്റെ സമ്മർദ്ദം കൊണ്ടും പലരും അതിനകത്ത് നിന്ന് വിട്ടുപോയെങ്കിലും ഇന്നും 1000-ഓളം ആളുകൾ നമ്മുടെ ഫാമിലി അടക്കം നോക്കുമ്പോൾ 1000-ലധികം ആളുകൾ റെഗുലറായി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ആളുകൾക്കൊക്കെ വന്നൊരു ബോധ്യമുണ്ട്, അതായത് ഞങ്ങളുടെ ഒപ്പം ഒരു രക്ഷിതാവുണ്ട്. കംപ്ലീറ്റ് സറണ്ടറൻസിൽ ഞങ്ങളെ താങ്ങുന്ന, ഞങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന, ഞങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു രക്ഷിതാവ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതാണ് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞത്. അവർ സാക്ഷ്യം വഹിച്ചവരാണ്. അവരേതെങ്കിലും സങ്കല്പത്തിലുള്ള ദൈവത്തെ ദൂരേന്ന് വിളിച്ചു വരുത്തുന്നവരല്ല. അവർക്ക് ബോധിച്ചിട്ടുണ്ട് അവരുടെ ഉള്ളിൽ ദൈവമുണ്ട് എന്ന ബോധം അവർക്കുണ്ടായിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിരിക്കുന്നുണ്ടായിരുന്നു. സ്പിരിച്വാലിറ്റി റിലീജിയന് അപ്പുറത്തുള്ള ഒരു സംഭവമാണ്. സ്പിരിച്വാലിറ്റിയും റിലീജിയനും തമ്മിൽ സത്യത്തിൽ ഒരു ബന്ധവുമില്ല. റിലീജിയൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കാരണം ഒന്ന് നമ്മുടെ രാജ്യത്തോളം സ്വാതന്ത്ര്യമുള്ള വേറൊരു രാജ്യവും ലോകത്തില്ല. അതിന് കാരണം നമ്മുടെ രാജ്യത്തിന്റെ സ്പിരിച്വാലിറ്റിയാണ് ആക്ച്വലി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു മതമല്ല, അതൊരു അന്വേഷണം എന്നാണ് അതിന്റെ അർത്ഥം.
ഞാൻ ആരാണ് എന്ന് അന്വേഷിക്കുന്നതാണ് ഹിന്ദുയിസം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ മറ്റു മതങ്ങൾ, ഇപ്പം ഇസ്ലാം ആണെങ്കിലും ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും അങ്ങനെയല്ല. ഇതിൽ വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗം കിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു റിലീജിയനാണ് ഇസ്ലാം, ക്രിസ്ത്യൻ, ജൂതായിസം, അബ്രഹാമിക് റിലീജിയൻസ് എല്ലാം. അപ്പൊ അവര് ശരിക്കും അത് തെറ്റാണെന്നല്ല പറഞ്ഞത്, അത് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്തരം ആളുകളിലേക്ക് വന്നതാണ്. അവര് കൊടും ക്രൂരന്മാരായിരുന്നു. സ്വന്തം പെൺമക്കളെ ജീവനോടെ മണ്ണിട്ട് കുഴിച്ചു മൂടുന്ന ഒരു സമൂഹത്തിലേക്ക് വന്ന് അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അനുഷ്ഠാന ആചാര കർമ്മങ്ങളാണ്. സ്വാഭാവികമായിട്ടും അത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അത് ശരിക്കും അവർക്ക് കാരുണ്യമായിട്ടാണ് വന്നത്. യേശു കാരുണ്യം കൊണ്ടാണ് വന്നത്. മുഹമ്മദ് നബി സമാധാനത്തിന്റെ ദൂതനാണ്. എല്ലാവരും പറയുന്നത് സമാധാനമാണ്. എവിടെയെങ്കിലും പീസ് ഉണ്ടോ? ആ പീസ് ഇല്ലാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ അത് റിലീജിയനാക്കി അല്ലെങ്കിൽ ഒരു സംഘമാക്കി ആളുകൾ മാറ്റിയെന്ന്, അതായത് ഭരിക്കാൻ വേണ്ടിയുള്ള ഒരു ടൂളാക്കി മാറ്റി. ഇവര് പറയാൻ വന്ന മെസ്സേജിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി ഒരു റിലീജിയൻ ഫോം ചെയ്തു. അപ്പൊ സ്പിരിച്വാലിറ്റിയും ഈ റിലീജിയനും തമ്മിൽ യാതൊരു ബന്ധവും, ദൈവവും റിലീജിയനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സ്പിരിച്വാലിറ്റിയും റിലീജിയനും തമ്മിൽ ഒരു ബന്ധമില്ല. പിന്നെ ഇതെല്ലാം മാർഗങ്ങളാണ്. എല്ലാ മതങ്ങളാണെങ്കിലും ശരി, ഏത് അനുഷ്ഠാനങ്ങളാണെങ്കിലും ശരി. അതുകൊണ്ടാണ് ഒരു മതത്തെയും ഒരാചാരത്തെയും നമ്മൾ ആക്ഷേപിക്കരുത് എന്ന് പറയുന്നത്. കാരണം എല്ലാം ഏണിയാണ്. പക്ഷെ ആ ഏണിക്ക് എന്തോരം പൊക്കമുണ്ട്, പാമ്പ് കടിക്കാതെ സൂക്ഷിക്കണം എന്നുള്ളത് മാത്രമാണ്. വിശ്വാസവും അനുഭവവും തമ്മിലുള്ള ഒരു വ്യത്യാസം, ബിലീഫ് ആൻഡ് എക്സ്പീരിയൻസ്, രണ്ടിനും തമ്മിൽ നല്ല വ്യത്യാസം, ഭയങ്കര വ്യത്യാസമുണ്ട്. ചെറിയ വ്യത്യാസമല്ല, വലിയ വ്യത്യാസമുണ്ട്. വിശ്വാസം എന്ന് പറഞ്ഞത് എപ്പോഴും നമ്മുടെ ഒരു ഇമാജിനേഷൻ മാത്രമാണ്, ഒരു സങ്കല്പമാണ് വിശ്വാസം. ഒരു ദൈവം എവിടെയോ ഇരിക്കേണ്ടത് എന്നുള്ളത് വിശ്വാസമാണ്. പക്ഷെ നമുക്കൊരു പിതാവുണ്ട്. ആ പിതാവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് എന്റെ പിതാവാണ്, എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് ആരെങ്കിലും പറയോ? ഇല്ല. കാരണം അത് ഉറപ്പാണ്, ഇതെന്റെ പിതാവാണ്, ഇത് വിശ്വാസമല്ല. പക്ഷെ നമ്മൾ ദൈവത്തെ പറഞ്ഞ എങ്ങനെയാണ്? എനിക്ക് ഭയങ്കര ദൈവവിശ്വാസം. അപ്പൊ അവിടെ തന്നെ വലിയൊരു തെറ്റല്ലേ ചെയ്യണത്? കാരണം സ്വന്തം അമ്മയെ സംശയിക്കണത് തുല്യാണ്. പിതാവുണ്ട്, ഇത് എന്റെ പിതാവാണ്, എനിക്ക് നല്ല വിശ്വാസം കേട്ടോ, നിങ്ങളും വിശ്വസിക്കണം എന്ന് പറയുന്നതിന് തുല്യാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ദൈവത്തെ പറഞ്ഞത്, ദൈവത്തിൽ എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്, നിങ്ങളും വിശ്വസിക്കണം എന്നാണ് മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അത് നമ്മൾ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് പൂർണ്ണമായൊരു വിശ്വാസം ഇല്ല എന്ന് തന്നെ അതിൽ തന്നെ ഉണ്ട്. വിശ്വാസം ഉണ്ടെന്ന് പറയുമ്പോ തന്നെ അതില് പക്ഷെ അനുഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അനുഭവം എന്ന് പറഞ്ഞത് നമ്മൾ ശരിക്കും ഉറപ്പാണ്, നമുക്ക് ഇത് നമ്മുടെ പിതാവാണ് അല്ലെങ്കിൽ മാതാവാണ് എന്ന ഉറപ്പ് പോലെ തന്നെ 100% നമുക്ക് ഉറപ്പാണ് ദൈവം ഉണ്ട് എന്ന ബോധമാണ് അവിടെ വരുന്നത്. ഈ ബോധം വരണമെന്നുണ്ടെങ്കിൽ ദൈവം ആരാണെന്ന് അറിയണം. ദൈവം ഒരു ജീവിയാണ് അല്ലെങ്കിൽ ഒരു രൂപമാണ് എന്നൊക്കെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് സങ്കല്പത്തിലോട്ട് പോകും. അപ്പൊ യഥാർത്ഥ ദൈവം എന്താണെന്ന് അറിയണം. യഥാർത്ഥ ദൈവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത്. പരബ്രഹ്മം എന്നൊരു കോൺസെപ്റ്റ് ഹിന്ദു ധർമ്മങ്ങളിലും വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഗീതയിലെല്ലാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിൽ അള്ളാഹു എന്ന് പറയുന്ന ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിൽ കർത്താവ് എന്ന് പറയുന്ന ഒരു പിതാവ് എന്ന് പറയുന്ന ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഒന്നുമല്ല, അത് ശരിക്കും ഒരു കോൺഷ്യസ്നെസ് ആണ് എന്ന് മനസ്സിലാവും. ഫൈനൽ ഡെസ്റ്റിനേഷൻ അതായത് ഈ പറയുന്ന നിരീക്ഷിക്കപ്പെടുന്ന ഊർജത്തിനപ്പുറമുള്ള നിരീക്ഷിക്കുന്ന ഊർജമാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ എങ്ങനെ നമുക്ക് കണ്ടെത്താന്ന് വെച്ചാൽ ഒരു സൂര്യനിൽ നിന്നുള്ള ഒരു പ്രകാശമാണ് നമ്മൾ എന്ന് സങ്കല്പിക്കുക. നമ്മൾ ഇവിടെ എല്ലാം പ്രകാശിപ്പിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സൂര്യനിലേക്ക് കണക്ട് ആവാൻ പറ്റും. പ്രകാശം സൂര്യനിൽ നിന്ന് വേർപെട്ടതല്ല, സൂര്യൻ തന്നെയാണ് ആ പ്രകാശം. അപ്പൊ നമ്മളെല്ലാം ആ പ്രകാശമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ജീവി പരിക്ക് പറ്റി കിടക്കുവാണ്, അതിനെ സഹായിക്കാനും അതിനെ ശുശ്രൂഷിക്കാനും കഴിയുന്ന ലോകത്ത് ഒരേ ഒരു ജീവിയുള്ളൂ, അത് മനുഷ്യനാണ്. അപ്പൊ അവിടെ ദൈവീകത മനുഷ്യനിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ദൈവം ചെയ്യാൻ കഴിയുന്ന എല്ലാം, കാരുണ്യം ചെയ്യാൻ പറ്റും,
സഹായം ചെയ്യാൻ പറ്റും, ദാനം ചെയ്യാൻ പറ്റും, ഒരാളെ ഉയർത്താൻ പറ്റും, എല്ലാ ദൈവികമായ കർമ്മങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ജീവി, പൂർണ്ണനായൊരു ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണ്. പക്ഷെ ഈ മനുഷ്യൻ നമ്മളെക്കാൾ പൂർണ്ണനായ എലിയൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പൊ ഉള്ളത്. പക്ഷെ മനുഷ്യൻ ആ പൂർണ്ണമായ ബോധമായി മാറിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവം എന്ന് പറയുന്നത് എന്താണെന്ന് തിരിച്ചറിവ് അവിടെ ഉണ്ടാവും, അവിടെ അനുഭവം ഉണ്ടാവും, എക്സ്പാൻഷൻ ഉണ്ടാവും, വികാസം ഉണ്ടാവും, എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു കരുത്തുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് അതിലേട്ട് ആ ബോധത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കും. പിന്നെ ഈ നമ്മള് റിപ്പീറ്റഡ് ആയിട്ട് തോട്ട്സ് ഉണ്ടാവും ഓരോ സമയത്ത്. ഇപ്പോ ഞാനിപ്പോ നിന്ന സ്ഥലത്ത് നിന്ന് എനിക്കിപ്പോ ഒരു കാർ അനക്കണം എന്ന് തോന്നി. ഒരു റിപ്പീറ്റഡ് ആയിട്ട് ഈ കാറിനകത്ത് ഒരാൾ ഓൾറെഡി ഇരിപ്പുണ്ട്, പക്ഷെ ഞാൻ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കാർ ബാക്കിലോട്ട് വരട്ടെ എന്ന് ആലോചിച്ചോണ്ടിരിക്കും. അപ്പൊ ശരിക്കും സംഭവിക്കും, അത് റിയാലിറ്റിയിലോട്ട് അങ്ങ് വരും. അത് കോയിൻസിഡൻസ് എനിക്ക് തോന്നുന്നില്ല, കാരണം കുറെ പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങള്. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ആൾ ഇങ്ങനെ കാർ വാഷിനകത്ത് ഇരിക്കുക. എനിക്ക് വേഗം കാർ വാഷ് ചെയ്തിട്ട് വേഗം അവിടെ നിന്ന് പോണായിരുന്നു. അപ്പൊ പുള്ളി ഇങ്ങനെ വണ്ടിക്കകത്ത് ഇരിക്കുക, കാറിന്റെ വാഷിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാനപ്പോ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക, എനിക്ക് വേഗം തീർത്തിട്ടൊന്ന് പോകണം, വേഗം തീർത്തിട്ട് പോകണം ആലോചിച്ച് ഇയാൾ പകുതിക്ക് വെച്ച് വാഷിംഗ് എടുത്ത് വണ്ടി പുറകിലോട്ട് ഇറക്കി. എന്നിട്ട് ഞാൻ പിന്നെ വരാന്ന് പറഞ്ഞിട്ട് ആ പിള്ളേരുടെ അടുത്ത് പറഞ്ഞ് പുള്ളി വണ്ടിയും കൊണ്ട് പോയി. ഞാൻ ഇതെങ്ങനെ ഇപ്പൊ സംഭവിച്ചത്, കാരണം വാഷിംഗ് തീർന്നിട്ടില്ല, സോപ്പ് പകുതി ഇരിക്കുക വണ്ടിക്കകത്ത്. പുള്ളിക്ക് എന്താ എമർജൻസി ആയിട്ട് കോള് വന്ന് പുള്ളി വേഗം പോയി. ഞാൻ ആ സമയം കൊണ്ട് വണ്ടി അകത്ത് കയറ്റി. ഇങ്ങനെ കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അതെല്ലാം നമ്മുടെ മനസ്സിന്റെ പവറാണ്. നമ്മുടെ മനസ്സിന് അസാമാന്യമായ ശക്തിയുണ്ട്. മനസ്സ് ഉടുത്തിരിക്കുന്ന ഡ്രസ്സാണ് ഈ ശരീരം എന്ന് പറയുന്നത്. ഈ ശരീരബോധം ഉള്ളത് കൊണ്ടാണ് മനുഷ്യൻ പലപ്പോഴും ദുർബലനായിട്ട് കരുതുന്നത്. ശരിക്കും ഈ മനസ്സിന്റെ അഭൂതപൂർവമായ ശക്തിയെ ഉപയോഗിച്ച ആളുകളാണ് നമ്മൾ ഈ പറയുന്ന അവതാരങ്ങളും പ്രവാചകന്മാരും അവധൂതന്മാരും ഒക്കെ എന്ന് പറയുന്നത്. മനസ്സിന്റെ യഥാർത്ഥ ശക്തിയെ ഉപയോഗിച്ച ആളുകളാണ്. നമ്മൾ ഒരു സൂക്ഷ്മതലം അല്ലെങ്കിൽ സ്ഥൂലശലം, കാരണ സ്ഥലം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ സൂക്ഷ്മതലത്തിലുള്ള ശക്തിയാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്. ഈ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. നമ്മുടെ മനസ്സിന്റെ ചില തലങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന പുസ്തകമാണ്. അപ്പം ഈ പറയുന്ന ശാസ്ത്രങ്ങളിലും എല്ലായിടത്തും പറയുന്ന മനസ്സിന്റെ ശക്തിയെ കൂട്ടുന്നതിനെ കുറിച്ചാണ്. പക്ഷെ നമ്മൾ പറയുന്നത് വേറെ ഒരു കാര്യമാണ്. നമ്മൾ ആത്മാവിന്റെ ശക്തിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഈ പറയുന്ന നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അതിങ്ങനെ നമുക്ക് പെട്ടെന്ന് കയറണം എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നതൊക്കെ മനസ്സിന്റെ ശക്തിയാണ് ഉപയോഗപ്പെടുന്നത്. പക്ഷെ ഈ മനസ്സിന്റെ ശക്തി നമുക്ക് ഉപയോഗിക്കപ്പെടുത്താൻ പറ്റുന്നത് നമ്മുടെ ശുദ്ധതാബോധത്തിൽ നിന്നാണ്. ശുദ്ധതാബോധം ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിന്റെ ശക്തി ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. താൽക്കാലികമായി ഉപയോഗിക്കാൻ പറ്റും, അത് ശാശ്വതമായൊരു പരിഹാരമായിരിക്കില്ല. പക്ഷെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റണം. അതാണ് ശരിക്കും മിറാക്കിൾ എന്ന് പറഞ്ഞത്. നമ്മുടെ മനസ്സിന്റെ ഈ ധാരണകളെ ഇല്ലാതാക്കി നമ്മൾ സ്വപ്നം കാണാൻ വന്നിറങ്ങിയ വെറും ഒരു മനസ്സാണ് എന്ന് മനസ്സിലാക്കി ഈ സ്വപ്നമല്ല യാഥാർത്ഥ്യം, മായയല്ല യാഥാർത്ഥ്യം. അതാണ് നമ്മൾ ബിയോണ്ട് മായ, മായക്കപ്പുറം എന്ന നമ്മുടെ കൺസെപ്റ്റ് തന്നെ അതാണ്. ഇത് മായയല്ല, ഇതെല്ലാം ഇല്യൂഷനാണ്. ഈ ഇല്യൂഷൻ അപ്പുറമുള്ള ഒരു ഒറിജിനൽ ഉണ്ട്. ആ ഒറിജിനലായിട്ടുള്ള ഒരു യാത്രയിലാണ് നമുക്കിതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പല അത്ഭുതങ്ങളും. ഇപ്പൊ നമുക്ക് ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് നല്ല ചൂടാണ്, നല്ലൊരു മഴ വേണം എന്ന് നമ്മൾ മനസ്സിൽ ഇങ്ങനെ കരുതുമ്പോഴേക്കും പെട്ടെന്ന് അപ്പം തന്നെ മഴ വരും. അപ്പൊ അത് കാണുന്ന വേറൊരാൾക്ക് തോന്നണ എന്താണ്, ഈ മഴ ഇപ്പൊ പെയ്യാനിരുന്നതായിരുന്നു, മഴ പെയ്തു എന്നാണ് ലോജിക്കുള്ള ഒരാൾക്ക് തോന്നുന്നത്. വേറെ അപ്പൊ നമ്മൾ ഭയങ്കര ചൂടിലെത്തിക്കുകയാണ്, അപ്പൊ കാറ്റ് വരുന്നത് നമ്മൾ കണ്ടു. കഴിഞ്ഞ ബാംഗ്ലൂരിലെ പ്രോഗ്രാമിൽ എല്ലാവരും ഫീൽ ചെയ്താണ്. അവിടെ ഉണ്ടായിരുന്ന 100ഓളം ആളുകള്, കണ്ടസ്റ്റന്റ് അടക്കം എല്ലാവരും പങ്കെടുക്കുന്ന ആളുകളും അല്ലാത്തവരും അടക്കം അത് എക്സ്പീരിയൻസ് ചെയ്താണ്. സ്വാഭാവികമായിട്ടും ആ എക്സ്പീരിയൻസിനെ പുറമേ നിന്നൊരാൾ പറയുകയാണെങ്കിൽ പറയും അത് എവിടെയോ തൊട്ടപ്പുറം എവിടെയോ ഒരു മഴ പെയ്തപ്പോൾ വന്ന ഒരു കാറ്റാണ് എന്നാണ് പറയുക. പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസിൽ നമ്മളത് ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്രപഞ്ചം നമ്മളിലോട്ട് കൊണ്ടുവന്നതാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു ചൂട് വരുന്നു അല്ലെങ്കിൽ ഒരു മഴ വേണം, നമ്മളിപ്പോൾ ചൂടെടുത്തിരിക്കുകയാണ്, ഒന്ന് ഫ്രഷ് ആവണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പെട്ടെന്ന് അതേ സമയം വരെ ഇല്ലായിരുന്ന വെറും 5 മിനിറ്റും കൊണ്ട് ഒരു മിന്നൽ വന്ന് പെട്ടെന്ന്
മഴയും വരുന്നു എന്ന് പറയുന്നത് അത് ഇമ്മീഡിയറ്റ് ആയി സംഭവിച്ചാണ്, നമുക്ക് തന്നതാണ്. പ്രപഞ്ചം നമ്മളിലേക്ക് അനുകൂലമായി പ്രതികരിക്കുന്നതാണ്, പ്രപഞ്ചം നമ്മളോട് സംവദിക്കുന്നതാണെന്നാണ് ഹ്യൂമൻ ടെക്നോളജിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ബിയോണ്ട് മായ എന്ന് പറയുന്നത് തന്നെ പ്രസന്റിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളാണ്, ഈ സെക്കൻഡിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോ സെക്കൻഡും പുതിയ 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 സ്ഥലത്തേട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ 5 മിനിറ്റ് ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിലല്ല നമ്മൾ കണ്ടത്. അപ്പൊ നമ്മൾ ഭാവിയിലേക്കോ ഭൂതത്തിലേക്കോ പോകാതെ പ്രസന്റിൽ വളരെ വ്യക്തമായി നിന്നുകൊണ്ട് മരണമില്ലാത്ത ഒരമരനാണ് മനുഷ്യൻ എന്ന് തിരിച്ചറിയുന്നതാണ് ബിയോണ്ട് മായ, മായക്കപ്പുറം എന്ന് പറഞ്ഞത്. മനുഷ്യന് മരണമില്ല, യഥാർത്ഥ മനുഷ്യന് മരണമില്ല. ഈ ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ, ഈ കോൺഷ്യസ്നെസ്സിന് ഒരിക്കലും മരണമില്ല. കാരണം ഇപ്പൊ നമ്മുടെ ശരീരം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? കുഴിച്ചിടും, ഇല്ലെങ്കിൽ കത്തിച്ചു കളയും. എങ്ങനെയാണേലും നമ്മുടെ ഈ അസ്ഥിയും ഇതെല്ലാം നമ്മൾ മണ്ണിൽ അലിഞ്ഞു ചെയ്യും. പക്ഷെ ഈ കോൺഷ്യസ്നെസ് അപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. കാരണം 2 എനർജി ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരെനർജിയാണ് ജഡ ആ നിരീക്ഷിക്കപ്പെടുന്ന എനർജി മണ്ണിലോട്ട് തന്നെ അലിഞ്ഞു ചേർന്നാലും മറ്റൊരു എനർജി അവിടെ തന്നെ നിലനിൽക്കുന്നില്ലേ? ആ എനർജിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെയും പരിണാമങ്ങളെയും കുറിച്ചാണ് നമ്മൾ ബിയോണ്ട് മായയിൽ അല്ലെങ്കിൽ മായക്കപ്പുറത്ത് ചർച്ച ചെയ്യുന്നത്. കാരണം അത് റിയാലിറ്റിയാണ്, അത് നശിക്കുന്നില്ല. അതാണ് റിയാലിറ്റി. മറ്റതെല്ലാം മായയാണ്, സർവമായ. അപ്പൊ നമുക്ക് അടുത്ത തവണ ഇതിലും വിശദമായൊരു ചർച്ചയും പുതിയ സീക്രട്ടുകൾ റിവീൽ ചെയ്യുക, എന്തൊക്കെയാണ് ഈ മാർഗത്തിലേക്ക് പോകേണ്ട വഴികൾ, ഇതൊക്കെ നമുക്ക് അടുത്ത ഒരു ഇതില് ചർച്ച ചെയ്യാം. അപ്പോ എല്ലാവർക്കും നന്ദി. നമുക്കപ്പോ ഇനി അടുത്തൊരു എപ്പിസോഡ് വെച്ച് കാണാം. അതുവരെ ലിവിംഗ് ഇൻ പീസ്. Living in peace. This is Nasif with SM. Apo we are signing out. Bye bye. Bye.